ക്രിസ്പി ചിക്പി അഥവാ നല്ല ക്രിസ്പി ആയിട്ടുള്ള വറുത്ത കടല എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാനിവിടെ വേവിച്ച് വെച്ച വെള്ളക്കടല എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി എല്ലാം ആവശ്യത്തിന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചേർക്കേണ്ട ഒരു കാര്യമാണ് കോൺഫ്ലോർ. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. എന്നിട്ട് കോക്കനട്ട് ഓയിൽ അഥവാ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്യുക, കൈ കൊണ്ട് മിക്സ് ചെയ്യുക. കൈ കൊണ്ട് മിക്സ് ചെയ്താലേ അതിനൊരു ഫിനിഷിംഗ് ടച്ച് കിട്ടുള്ളൂ. അങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് പോരാ തോന്നിയപ്പോൾ കുറച്ചുകൂടി ഉപ്പിട്ടു. ഇനി കാശ്മീരി ചില്ലി പൗഡർ, അത് കളറിനാണ്, അത്ര എരിവൊന്നും ഉണ്ടാവില്ല. അതും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്യുക. അത് ഈ ഒരു പരുവത്തിലാവും. ഇനി വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് ഈ ഒരു കടല ഇട്ട് കൊടുക്കാവൂ, അല്ലെങ്കിൽ ഇതിന്റെ അടിയിൽ ഒട്ടിപ്പിടിക്കും. നമുക്ക് നേരം പോലെ വറുത്തെടുക്കാൻ കിട്ടില്ല. എന്നിട്ട് ഓരോ കടലകളായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് മൊരിഞ്ഞു കഴിഞ്ഞാൽ സാധനം സെറ്റ്. ഇനി അതൊരു ബൗളിലേക്ക് മാറ്റാം. അടിപൊളി ക്രിസ്പി ആയിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ ബേക്കറിയിലൊക്കെ ഇങ്ങനത്തെ കടലകൾ കാണാറുണ്ട് അല്ലേ. ഇനി നിങ്ങൾക്ക് കാശ്മീരി ചില്ലി പൗഡർ യൂസ് ചെയ്യുന്ന പകരം മേലെ കുരുമുളക് പൊടിയും കൂടി ഒന്ന് വെതറാന്നുണ്ടെങ്കിൽ അത് വേറൊരു ടൈപ്പ് കടല വറുത്തത്. നല്ല അടിപൊളി ക്രിസ്പി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കമന്റ് ചെയ്യുക അടുത്ത എന്ത് റെസിപ്പിയാണ് വേണമെന്നുള്ളത്. ബൈ.